അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യയുടെ ക്രാഷ് ഇന്ത്യയുടെ മോസ്റ്റ് ഡിസാസ്ട്രസ് പ്ലെയിൻ ക്രാഷ് തന്നെ നമുക്ക് പറയാം. ഗുജറാത്ത് പോലീസിന്റെ വാക്കുകൾ കേൾക്കുവാണെങ്കിൽ 300 കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ഇപ്പൊ 219 ആണ്. ഇനി നമുക്ക് നോക്കാം എത്ര പേര് ഇനി മരിച്ചിട്ടുണ്ടെന്ന്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദ് ഗുജറാത്തിൽ നിന്ന് ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ 787 ടേക്ക് ഓഫ് ചെയ്യുന്നു. വിത്തിൻ 60 സെക്കൻഡ്സ് തന്നെ പൈലറ്റ്സ് മെയ്ഡേ എന്നുള്ള കോൾ തരുന്നു. ATC അതിന് റെസ്പോൺസ് തരുന്നു. പക്ഷെ ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അടുത്തത് കാണാവുന്നത് അത് BJ മെഡിക്കൽ കോളേജിന്റെ MES മെസ്സിൽ പോയി ഡയറക്റ്റ് അത് വീഴുന്നു. അതും ലഞ്ച് കഴിക്കുന്ന സമയത്ത് തന്നെ പിള്ളേർ അവിടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇടുത്തി വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് തന്നെ അവിടെ സംഭവിച്ചത്. ആർക്കും ഒരു പിടിയും കിട്ടിയില്ല എന്തോ അവിടെ സംഭവിച്ചെന്ന്. നല്ലൊരു ദിവസം, ഇറ്റ് വാസ് എ ഗുഡ് ഡേ, ഗുഡ് വെതർ, എല്ലാം നല്ലതായിരുന്നു, ഒരു വിൻ ടർബുലൻസും ഇല്ലായിരുന്നു. പക്ഷെ ഈ സംഭവിച്ചത് ഇനി നമ്മുടെ ഇന്ത്യ ഈ കാലത്തൊന്നും മറക്കാൻ പോവാത്തൊരു പ്ലെയിൻ ക്രാഷ് ആണ്. പൈലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത് സബർവാൽ, പുള്ളിക്ക് 8200 അവേഴ്സിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. സെക്കൻഡ് ക്ലേവ് കുന്ദർ, പുള്ളിക്ക് 1100 അവേഴ്സിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് അവിടെ എന്തുവാ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, എല്ലാം ഒരു മിസ്റ്ററിയാണ്. അതിനെപ്പറ്റി നല്ല തോറോ എൻക്വയറി തന്നെ നടക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു, കനേഡിയൻ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു, പക്ഷെ തന്നെ അത് വീഴുന്നു. ഒരു ഇഞ്ചിനേലും ഡാമേജ് ആണെങ്കിൽ പോലും ഒരു എയ്റോപ്ലെയിന്, ഡ്രീം ലൈനർ പോലത്തെ എയ്റോപ്ലെയിന് ഒരു ഇഞ്ചിന്റെ പവറിൽ അതിനെ ടേൺ ചെയ്ത് പിന്നീട് കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഈ മെയ്ഡേ എന്നുള്ള കോളിന്റെ അർത്ഥം 2 ഇഞ്ചിനും ഫെയിൽ ആയെന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ 2 ഇഞ്ചിന് ഒരുമിച്ച് എങ്ങനെ ഫെയിൽ ആവും? ചിലപ്പം ബേർഡ് സ്ട്രൈക്ക് ആകാം, രണ്ട് ഇഞ്ചിനിലോട്ടും ബേർഡ് സ്ട്രൈക്ക് നടന്നു കാണും. അങ്ങനെ സംഭവിക്കാം. കിളികൾ ഒരുമിച്ച് പറത്തു പോകുമ്പോൾ ചിലപ്പോൾ അത് സംഭവിക്കാം. പക്ഷെ അത് തന്നെയാണോ അതിന്റെ പുറകിലുള്ള കാരണം? ചിലപ്പോൾ ഇതിൽ മാൽ ഫംഗ്ഷൻ കാണും. ചിലപ്പോൾ പെട്രോൾ കൂടുതൽ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, ലണ്ടനിലോട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ചിലപ്പം പെട്രോൾ കൂടുതൽ കാരണം വെയിറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതല്ലെങ്കിൽ പ്ലെയിന്റെ മാൽ ഫംഗ്ഷൻ ആണോ? ഇതെല്ലാം ഒരു സ്പെക്കുലേഷൻ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അകപ്പാടെ 625 ഫീറ്റ് ആണ് ആ ഡ്രീം ലൈനർ 787 ക്ലൈംബ് ചെയ്തത്. എയർപോർട്ട് ഈസ് ഓൾറെഡി ഇൻ 200 ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ലെവലിന്റെ 200 ഫീറ്റ് അബവ് ആയിരുന്നു. 625 എത്തിയപ്പോൾ 400 ഫീറ്റേ അത് ക്ലൈംബ് ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ആ പ്ലെയിൻ നോസ് അപ്പ് തന്നെ ആയിരുന്നു. എന്നിട്ടാണ് അത് പോയി വീണത്. ഇനി ആ ബ്ലാക്ക് ബോക്സ് തിരിച്ചടക്കണം. വീഡിയോസിൽ കാണുന്നത് എപ്പോഴും ആ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിന്റെ ടെയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആ ടെയില് BJ ഹോസ്പിറ്റലിലെ മെസ്സിന്റെ മണ്ടയ്ക്ക് അതുപോലെ നമുക്ക് അവിടെ കാണാം. അതവിടെ ഇടിച്ച് കിടക്കുന്നത് നമുക്ക് അവിടുത്തെ കാണാം. ബ്ലാക്ക് ബോക്സിനെ എടുക്കും, അതിനെ റിപ്പയർ ചെയ്യും, എന്നിട്ട് അത് തിരിച്ചെടുക്കും. എല്ലാ സ്പെക്കുലേഷൻ കാണും. പൈലറ്റിന്റെ ഭാഗത്തിലാണോ ഉള്ള തെറ്റാണോ എന്നും കാണും. ചിലപ്പം ഇഞ്ചിന്റെ ഫോൾട്ടി ആണോ എന്നുള്ളത് കാണും. പക്ഷെ ഒരു കാര്യം നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ലൈനർ 787 ഒരിക്കലും ഒരു റോങ് സ്പെക്കുലേഷൻ നടന്നിട്ടില്ല. ഇന്നേ വരെ ഇതുപോലത്തെ ഒരു ഡിസാസ്റ്റർസ് അല്ലെങ്കിൽ ചെറിയൊരു ക്രാഷ് പോലും ഡ്രീം ലൈനർ 787 നടന്നിട്ടില്ല. പക്ഷെ ബോയിങ് 787 ഡ്രീം ലൈനർ ഇതേ സെയിം എയ്റോപ്ലെയിന്റെ മറ്റ് ചില എയ്റോപ്ലെയിൻസിന് എപ്പോഴും സ്പെക്കുലേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 787 ഒരിക്കലും ഇല്ല. അതുമല്ല, ഇപ്പൊ പൊതുവെ വിസിൽ ബ്ലോവേഴ്സിന്റെ കുറെ വീഡിയോസ് ഇറങ്ങി വരുന്നുണ്ട്. ബോയിങ് അവരുടെ ക്വാളിറ്റി സബ്ജുഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പഴയ വീഡിയോസ് ഒക്കെ പിന്നെയും പുറത്തു വരുന്നുണ്ട്. സാം സോലേപ്പർ എന്നൊരു പ്രീവിയസ് ബോയിങ് എഞ്ചിനീയർ തന്നെ പറഞ്ഞതാക്കി അവർ ഉണ്ടാക്കുന്നതെല്ലാം അതിന്റെ ക്വാളിറ്റി അത്രയും നല്ലതല്ല. അയാൾ തന്നെ കണ്ടത് ഈ പ്ലെയിൻ ഉണ്ടാക്കാൻ നേരത്ത് അതിന്റെ നട്ട് ബോൾട്ട് ശരിയാക്കാൻ വേണ്ടി ചില എഞ്ചിനീയർ അതിന്റെ മണ്ടയ്ക്ക് അടുത്ത് ചാടിയായിരുന്നു അതിന്റെ നട്ടൊക്കെ കയറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് പ്ലെയിൻ പഴയതാകുമ്പോൾ ഇതുപോലത്തെ പാർട്സുകളായിരിക്കും ആദ്യം വീരാൻ ടേർ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പല സ്പെക്കുലേഷൻസ് നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഫുൾ എൻക്വയറി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് നോക്കുമ്പോൾ, പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ പല സമയത്തും പല റീസൺസ് കാരണമാണ് പഴയ പ്ലെയിൻ ക്രാഷ് ഒക്കെ നടന്നിട്ടുള്ളത്. ഇതുപോലായിരുന്നു പണ്ട് 1987 മുംബൈയിൽ ഫ്ലൈറ്റ് 855 ദുബൈയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് അറേബ്യൻ സീ പോയി വീണു. അതിന് ബ്ലാക്ക് ബോക്സ് തിരിച്ചെടുത്തു. അതിൽ 213 പാസഞ്ചേഴ്സ് മരിച്ചുപോയി. അതിന്റെ എൻക്വയറി നടന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് റീസൺ കണ്ടത് പൈലറ്റ് മെയ്ഡ് എറർ, സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയും പ്ലെയിനും തമ്മിലുള്ള അതിന്റെ ആ ഡിസ്റ്റൻസ് പുള്ളിക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനനുസരിച്ച് പുള്ളി എന്തോ മിസ്റ്റേക്ക് ചെയ്തു. ചിലപ്പോൾ ഫ്ലാപ്സ് ഡൗൺ ആക്കി കാണും. അത് പിന്നെ പൊട്ടിന് ഇറ്റ് വാസ് എ ഡിസാസ്ട്രസ് ഇവന്റ്. രണ്ടാമത് കണ്ടെത്തിയെന്ന് വെച്ച്
രണ്ടാമത് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾട്ടി ഇൻസ്ട്രുമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ചെക്കിൽ ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തില്ല, അത് നല്ലപോലെ ചെക്ക് ചെയ്യാത്തപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും. ഇതുപോലെ പണ്ട് 1993 ഔറംഗാബാദ് ഫ്ലൈറ്റ് 491 ലേറ്റ് ടേക്ക് ഓഫ് കാരണം 60 പേരാണ് പോയി മരിച്ചത്. റോഡ് സൈഡിലുള്ള ആരും പോയി മരിച്ചു. ഇറ്റ് വാസ് ടോട്ടലി പൈലറ്റ്സ് എറർ. 2000 എയർ ഫ്രാൻസിന്റെ ഒരു ചെറിയൊരു മെറ്റൽ റോഡ് റൺവേയിൽ കടന്നപ്പോൾ കോൺകേർഡ് അവിടെ അന്ന് പറന്നു പോയപ്പോൾ അതിന്റെ ടയർ പൊട്ടി അതിനകത്തുള്ള 109 ആൾക്കാരും പ്ലസ് 4 റോഡിൽ കടന്ന ആൾക്കാരും കൂടെ മരിക്കുകയായിരുന്നു ചെയ്തത്. പല കാരണം കൊണ്ട് ഒരു പ്ലെയിൻ ക്രാഷ് ആകാം. ചെറിയ നട്ട് ബോൾട്ടിന് ഒരു വ്യത്യാസം മതി ഒരു പ്ലെയിൻ ക്രാഷ് ആകാൻ വേണ്ടി. ഇന്ത്യയുടെ മോസ്റ്റ് ഡിസാസ്റ്ററസ് ക്രാഷ് നിങ്ങൾ ഫാക്ട്സ് പ്രകാരം, നമ്പേഴ്സ് പ്രകാരം നോക്കുവാണെങ്കിൽ അത് ചക്രി ദാദ്രി എയർ ക്രാഷ് ആണ്. പക്ഷെ അത് ഇന്ത്യൻ എയർലൈൻസിന്റെ എയ്റോപ്ലെയിൻസ് അല്ലായിരുന്നു. 2 എയ്റോപ്ലെയിൻ തമ്മിൽ ചെന്ന് മുട്ടി ഒരു ഡിസാസ്ട്രസ് ഔട്ട്കം എന്ന് തന്നെ പറയാം. മൊത്തം 349 ആൾക്കാരാണ് മരിച്ചത്. സൗദി എയർലൈൻ 763, പിന്നെ കസാഖിസ്ഥാൻ എയർലൈൻ 1907, 2 പേരും കൂടെ തമ്മിൽ ചെന്ന് മുട്ടി അങ്ങനെ ഡിസാസ്ട്രസ് ആകുമായിരുന്നു. അതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസാസ്ട്രസ് പ്ലെയിൻ ക്രാഷ്. പക്ഷെ അത് ഇന്ത്യൻ എയർലൈൻസിന്റെ അല്ലായിരുന്നു. ഇന്ത്യൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസിന് അങ്ങ് കണക്ക് നോക്കുവാണെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ടോപ്പിക് കിടക്കുന്നത്. നമുക്കിനി നോക്കാം എങ്ങനെ ഇത് പോകുമെന്ന്. ബോയിങ്ങിന്റെ അത്രയും നല്ലൊരു റെപ്യൂട്ടേഷൻ ഒന്നും അല്ല പൊതുവെ കമ്പയർ ടു എയർബസ് ഒന്നുകൂടെ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ബോയിങ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇത് ആരുടെ കുറ്റമാണ്? ടാറ്റയുടെ കുറ്റമാണോ, എയർ ഇന്ത്യയുടെ കുറ്റമാണോ, അതോ ബോയിങ്ങിന്റെ കുറ്റമാണോ നമുക്ക് നോക്കാം. And we pray, all India prays for the families of the victims. ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.